നേട്ടങ്ങൾ നാടിനാണ്, നാടിൻ്റെ മുന്നോട്ട് പോക്കിനാണ്. തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം. ഒരു പക്ഷേ അല്ല, എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം. കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക്, പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല, നാടിനു വേണ്ടിയാണ് ഏത് തലത്തിലുള്ള ഭരണ സംവിധാനവും. ഇപ്പോൾ നാടിൻ്റെ നേട്ടമാണ്. തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലല്ലോ, ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ? നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ്. പക്ഷെ നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ അഡ്വാൻസായി പറയുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അതൊരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ പിന്നിൽ അണിനിരുന്നവർ തന്നെ നിലപാടെടുക്കുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവരുടെ കൂടെ നിന്നവർ വലിയ തോതിൽ പങ്കെടുക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എല്ലായിടങ്ങളിലും ഈ കാഴ്ചയാണുള്ളത്. എന്തിനാണ് നാടിൻ്റെ ഒരു നല്ല കാര്യത്തെ അതിനെ അംഗീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? ഇപ്പോൾ ഈ പദ്ധതി ഇന്നലെ തുടങ്ങി ഇന്ന് പൂർത്തിയായതല്ലാലോ. കുറച്ച് കാലമായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം ഇവിടെ നടന്നു വരികയാണ്. കോർപ്പറേഷൻ അതിന് മുൻകൈയെടുക്കുന്നു. ആവശ്യമായ സൗകര്യങ്ങളൊരുക്കുന്നു. കോർപ്പറേഷൻ
ഒരു പ്രാദേശിക ഭരണ സംവിധാനമാണല്ലോ. ആ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് സ്വാഭാവികമായും അതിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതാരായാലും ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നാടിന് ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ അതിനെ അനുകൂലിക്കുക എന്നല്ലേ എല്ലാവരും ചെയ്യേണ്ടത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്നു. മത്സരം കഴിയുന്നതോടെ ആരാണ് ഭരണ നേതൃത്വത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നു. ഒരു മത്സരം നടന്നാൽ ജയവും പരാജയവും ഉണ്ടാവും. ജയിക്കുന്നവർ ആ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. മത്സരം തെരഞ്ഞെടുപ്പ് രംഗത്തല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും താല്പര്യം കാണിക്കേണ്ടതല്ലേ? ജയിച്ചവരും പരാജയപ്പെട്ടവരും താല്പര്യം കാണിക്കേണ്ടതല്ലേ? ജയിച്ചു നിൽക്കുന്നവർ, ഭരണം കൈയാളുന്നവർ ആവശ്യമായ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കാതെ വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവമുണ്ടായാൽ, ഉദാസീനതയുണ്ടായാൽ അതിനെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അത് വിമർശിക്കണം. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക. അവർ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. അത് പാർലമെൻ്ററി നടപടിക്രമത്തിൻ്റെ രീതിയാണ്. പക്ഷേ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ? നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത്? നിർഭാഗ്യവശാൽ കേരളത്തിൽ അടുത്ത കാലത്തായി ഈയൊരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ്. പല പ്രയാസങ്ങളവരെ ഭരിക്കുന്നുവെന്ന് ശരിയാണ്. അതിൽ ചിലർ ഈ കാലത്ത് നേട്ടമൊന്നും ഉണ്ടായില്ല എന്നുവരെ പറഞ്ഞു വെക്കുകയാണ്. കൺമുന്നിലുള്ള നേട്ടങ്ങൾ, പുരോഗതി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്നാൽ നേട്ടങ്ങൾ നാടിനാണ്, നാടിൻ്റെ മുന്നോട്ട് പോക്കിനാണ്. തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം. ഒരു പക്ഷേ അല്ല, എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം. കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക്, പ്രത്യേക മോഹക്കാർക്ക്
നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല, നാടിനു വേണ്ടിയാണ് ഏത് തലത്തിലുള്ള ഭരണ സംവിധാനവും. ഇപ്പോൾ നാടിൻ്റെ നേട്ടമാണ്. തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലല്ലോ എന്ന ചിന്ത, അത് പൊതുവായി നാടിന് ചേർന്ന ചിന്തയല്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഈ സമീപനം എന്തുകൊണ്ട് വരുന്നുവെന്ന് നമുക്കറിയാം. ഏതായാലും ബഹുജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നുവെന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രവണത നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാവുന്ന, ഇനിയും നടപ്പാക്കാവുന്ന ഒരു മാതൃകയിലൂടെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാണ്. അതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തം. സ്വകാര്യ പങ്കാളിത്തം വരുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.